ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നായിന്റെ മോനെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം എന്താണ് എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം. നായിന്റെ മോനെ, നിനക്ക് എന്താണ് നഷ്ടം? നായേ, നിനക്ക് എന്താണ്? എല്ലാവർക്കും നമസ്കാരം. ഷാജി എന്ത് പറ്റിയെന്നൊന്നും എനിക്കറിയില്ല. പൂരത്തെറിവിളിയായിരിക്കുന്നു, പൂരത്തെറിവിളി. എന്തായാലും ഇങ്ങനെ പോയ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ തന്നെ ജയിലിലടയ്ക്കും. ആ വകുപ്പിലോട്ടാണ് പോകുന്നത്. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഷാജി അറിയാത്ത മലയാളികൾ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കുറവാണ്. അതിന്റെ റീസൺ, ഒരു സമയത്ത് അയ്യോ എൻ്റെ ഭർത്താവ് പോയി 5 മക്കൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാവരും കൂടി എടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് വളർച്ച കുത്തനെ അങ്ങ് വളർന്ന് കയറി പന്തലിച്ച് മോണിറ്റൈസൊക്കെ ആയി ലക്ഷങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങി യൂട്യൂബ് വഴിയൊക്കെ. അങ്ങനെ വന്നപ്പം കുന്തളിപ്പും കുത്തിക്കഴപ്പും തുടങ്ങി. പിന്നെ അതേ തുടർന്ന് പിന്നെ കുത്തിക്കഴപ്പും മാസ് കാണിക്കലും സപ്പോർട്ട് ചെയ്തവരെയും പൈസ തന്നവരെയൊക്കെ പൂരത്തെറിവിളിയും അങ്ങനെ ഇങ്ങനെയും ഒക്കെ ആയപ്പോൾ അവസാനം മൂഞ്ചി. പിന്നെ വേറെ ലെവലിൽ പോയി സ്വന്തം ഉമ്മൻ്റെ ഷെട്ടി ഡാൻസ് പുറത്തോട്ട്. അതോടെ വീണ്ടും തീർന്നു. അങ്ങനെ പൂരത്തെറിവിളിയും പൂരഘോഷയാത്രയ്ക്ക് ശേഷം ഷാജിദ ഒരു ഗ്യാപ്പ് എടുക്കുകയായിരുന്നു. 6 മാസത്തോളം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കാണാനില്ലായിരുന്നു. എവിടെയായിരുന്നു എന്തോ. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട്. നേരെ അവിടെ ഒരു സംഭവമൊന്നും ഇല്ല. അതങ്ങനെ അങ്ങ് പോയി. അങ്ങനെ ഷാജി എന്ന് പറയുന്നവൾ മൺമറഞ്ഞു പോയെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുമ്പോഴാണ് എന്നാ വന്ന് കൂണ് പൊള്ളച്ചതുപോലെ ഇന്നലെ നോക്കിയപ്പോൾ ഇല്ല, ഇന്ന് നോക്കിയപ്പോൾ വന്ന് ആ സെറ്റപ്പിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതിന്റെ റീസൺ, ഈ ഷെരീഫ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. അപ്പൊ ഈ 11 എന്ത് ചെയ്യാൻ ഷാജിദായിട്ട് ആദ്യം ഉടക്കായിരുന്നു. ഷാജിദായിട്ട് ഉടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വീട്ടിൽ പോയി ഇവള് വട്ടി ഷോയൊക്കെ കാണിച്ചേട്ടാ. വട്ടി ഷോയൊക്കെ കാണിച്ചപ്പോൾ അവൻ എന്ത് ചെയ്ത് അടിച്ച് അണ്ണാക്കി കൊടുത്ത് തിരിച്ച് അവളെ പിന്നെ നാട്ടിൽ വാടാക്കി വീട് പോലും കിട്ടാത്ത സിറ്റുവേഷനിൽ അവൻ ആക്കി വിട്ടു. അവസാനം അവന്റെ കാല് പിടിച്ച് പിന്നെ ബോട്ട് ബില്ലെന്ന് പറഞ്ഞ് അവനും എടുത്ത് സപ്പോർട്ടൊക്കെ ചെയ്ത് വിട്ടായിരുന്നു. അതിനുശേഷം പിന്നെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി അങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഷെരീഫ് ഫാത്തി എങ്ങാണ്ട് പറയുന്ന ഒരുത്തനെതിരായിട്ടുള്ള ഫൈറ്റ്, അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ഷെരീഫിനെ ഫാത്തി ചീത്ത വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിയിൽ പോയിട്ട് സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഷാജിദ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കേട്ടാ, അടിപൊളിയെന്ന്. അതായത് ഈ പറയുന്ന ഷെരീഫിനെ കുറിച്ചിട്ട് ഫാത്തി മോശം പറഞ്ഞപ്പോൾ പോയി സപ്പോർട്ട് ചെയ്ത് കൊടുത്ത് അത് കണ്ട ഷെരീഫിന് വീണ്ടും പൊട്ടി. അവൻ വീണ്ടും എടുത്തിട്ട് അല്ലെങ്കിൽ അഴിച്ച് അണ്ണാക്കി കൊടുത്തു വിട്ടപ്പോൾ മൂഞ്ചി തിരിഞ്ഞിരിക്കുന്ന ഷാജിദ ഇപ്പൊ കമ്പിത്തിരിയായിട്ടിരിക്കുകയാണ്. ഭർത്താവ് മരിച്ചുപോയ കഥയൊന്നും പറയണ്ട, അതെന്നെ കൊണ്ടൊന്നും ഓർമ്മിപ്പിക്കില്ല. അങ്ങനെ ചത്തില്ലെങ്കിൽ അത് ചെയ്യുള്ളൂ. പിന്നെ 5 മക്കൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജ്യ രാമായണം എന്ന് വിളിക്കുന്നത്. ആ മക്കളോടൊരു സ്നേഹം പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൺസേണും ഇല്ല. മക്കളെ ഇരുത്തി ഇങ്ങനെ ഒരു തള്ള, അയ്യോ ഒന്നും പറയില്ല. നാളെ വന്നിട്ട് എന്നെ പൂരത്തെറി വിളിക്കുമെന്ന് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ തിരിച്ചു വിളിക്കും. അത് വേറെ അപ്പീലൊന്നുമില്ല. അല്ലാണ്ട് ഞാൻ ഈ പറയുന്ന കേട്ടോണ്ടിരിക്കുന്ന ടീമൊന്നുമില്ല. പിന്നെ ഞാൻ ഏതൊരു പോയിന്റിൽ ദൈവം എന്നെക്കാളും വിളിക്കുന്ന ടീമാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അമ്മാതിരി വിളിയൊക്കെ ഇരുന്ന് വിളിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഒരു അരുവെന്ന് തുടങ്ങാം. അപരാധമല്ലേ നമ്മൾ അടങ്ങി ഒതുങ്ങി ജീവിക്കണ നമ്മളെ വീണ്ടും ചൊറിഞ്ഞു വരികയാണ്. പെണ്ണാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ ആരുടെ എന്നെ ഒതുക്കാന്? നീ ഒതുക്കാൻ? നീ എന്നെ കെട്ടിയ മാപ്പിളെ, അല്ലെങ്കിൽ നീ എന്റെ വാപ്പേ, നീ എന്റെ ആങ്ങളെ, അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ ആണോ എന്നെ ഒതുക്കാൻ? നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ വീണ്ടും ഇല്ലടാ, നീ പറയുന്ന അവിഹിതമൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് അതെ ഷെരീഫേ അങ്ങനെയാണേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാടാ. ഇരിക്ക. പിന്നെ എനിക്ക് വളർന്നത് ആൺകുട്ടികളാ. നീ എന്ത് അവിഹിതം ഉണ്ടാക്കിയാലും ഒരു ചുക്കുമില്ല ഷെരീഫേ. പക്ഷെ നിനക്ക് അങ്ങടെ അവിഹിതം കിട്ടിയാണ്ടല്ലോ വളരണത് പെൺകുട്ടികളാ. അത് കാലത്തിന് അവിടെ കിടക്കും. അതായത് ഷെരീഫ് ഇവളുടെ അവിഹിതം എന്തോ പൊക്കി ഇട്ട് കൊടുത്തെന്നാണ്. അതുകൊണ്ട് തിരിച്ച് അവനൊരു അവിഹിത കഥ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വെല്ലുവിളിയാണ് ഷാജിദ ഇവിടെ നടത്തുന്നത്. നിനക്ക് പെൺമക്കളല്ലേ, അപ്പൊ നിനക്ക് അവിഹിതം വന്നു കഴിഞ്ഞാൽ ആ പെൺമക്കളെ ബാധിക്കും. എനിക്ക് ആൺമക്കളാണ്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള സാധനം. പക്ഷെ എന്ത് ചീഞ്ഞളിഞ്ഞവളാടാ ഇവള്. കാരണം എനിക്ക് ആൺമക്കളാണ്, അതുകൊണ്ട് ഞാൻ കാരണം എന്ത് ചിത്തപ്പേര് കിട്ടിയാലും അമ്മമാർക്ക് കുഴപ്പമില്ല, അമ്മമാർ വളർന്നോളും. സമൂഹത്തിൽ അമ്മമാർ എങ്ങനെ വളരെയൊന്നും കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നീയെ കൂടി ഇതല്ലേ. അയ്യോ, ഈ അല്പന ഐശ്വര്യം കിട്ടിക്കഴിഞ്ഞാൽ അർദ്ധരാത്രിയും കയറി കുട പിടിക്കുമെന്ന് പറയും. ഇത് അല്പത്തനത്തിന്റെ പീക്കാണ്. അതായത് ഒന്നുമില്ലാണ്ട് കിടന്നിട്ട് 10 പൈസ കണ്ടപ്പോ കുന്തളിപ്പും ഞങ്ങളിപ്പും കയറി. വലിയ കാലാമതൊന്നുമില്ല, വീണ് മുട്ടടിച്ച് കുത്തനെ വീഴുന്നു. എന്നിട്ട് ഇപ്പൊ ചുമ്മാ കിടന്ന് മറ്റേ തുള്ളിക്കളിക്കട്ട കുഞ്ഞിപ്പുഴു പോലെ കിടന്ന് തൊളുക. അല്ലാണ്ട് എന്താ പറയാനാ. അവന്റെ കൂടെയൊക്കെ അങ്ങ് കറങ്ങാനും ടൂർ പോയതൊക്കെ ആയിട്ട് പൊളിച്ചടിച്ച് അണ്ണാക്കിൽ അടിച്ചു കൊടുത്ത ഒരു സമയത്ത് വിട്ടതാണ്. എന്നിട്ട് ഇരുന്ന് കിണാന്നിരിക്കുന്നു. ഇതുപോലെ ഒരു കാട്ട് ചെമ്പരുത്ത
കാട്ടുചെമ്പരുത്ത കൂടുതലൊന്നും പറയാനില്ല. ഇവളെ പറ്റിയിട്ട് അറിയാലോ ഡീറ്റെയിൽ ആയിട്ട്. അറിയാത്തവര് ജസ്റ്റ് ഷാജിദ ഷാജി എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്തിട്ട് എബൌട്ട് ഷാജിദ ഷാജി എന്ന് സെർച്ച് ചെയ്യണം. അപ്പം ചരിത്രം ഇങ്ങ് പോരും. ആ ചരിത്രം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ക്ഷീണിക്കും. ഷാജിദ ഷാജിനെയും വേറുള്ളവരുടെ മാത്രല്ലേ കുഴിയിലല്ലേ നിനക്ക് തോണ്ടാൻ പറ്റുള്ളൂ. വേറെ ആരുടെങ്കിലും തോണ്ടി നിനക്ക് നീ വിവരം അറിയും. അത് വേറെ കാര്യം. എടാ സൗണ്ട് കുറയ്ക്കാരെ സൗണ്ട് കൂട്ടി. അപ്പൊ അവരുടെയൊക്കെ തോണ്ടിയാ നീ ആണുങ്ങളുടെ കയ്യിന്റെ ചൂടറിയും. ഞാൻ അന്ന് ലൈവില് അവിടെ വന്നത് നിന്റെ കാരണം ഞാൻ പുകയ്ക്കണം വിചാരിച്ച. കാരണം എന്താണെന്നറിയോ, നിന്റെ കാരണം എനിക്ക് പുകയ്ക്കാനും അറിയാം. പിന്നെ അങ്ങോട്ട് പോയിക്കാത്തുണ്ട്. വെല്ലുവിളി മാത്രമേ ഉള്ളൂ. ചുമ്മായിരുന്നു കുന്തളിപ്പും വെല്ലുവിളിയും മാത്രമേ ഉള്ളൂ. അങ്ങോട്ട് ഞാൻ അടിച്ചുകളയും നൂത്തോളയും ചരിച്ചോളയും ചരച്ചോളയും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. പോയി അങ്ങോട്ട് അടിച്ച് നൂത്ത് ചരിച്ചിട്ട് വാ. അല്ലാണ്ട് ഇതൊന്നും തള്ളി മറിക്കാനുണ്ട്. ഇത് വെറും തള്ളു മാത്രമേ ഉള്ളൂ. ചുമ്മായിരുന്നു വെല്ലുവിളിക്കും. ഇങ്ങനെ കൂക്കി ഞാൻ ഇപ്പൊ കളയും മറ്റേ എടുത്ത് കളയും മാറച്ച് ഒലത്തി കളയും എന്നൊക്കെ പറഞ്ഞ് കണ്ട് ചുമ്മാ കിടന്ന് തള്ളി അങ്ങ് മറിക്കും. അല്ലാണ്ട് ഒരു തേങ്ങയും ചെയ്യാൻ പോകണില്ല. അങ്ങ് മലത്തിൽ കളയാത്തുണ്ട്. പിന്നെ അന്ന് അവന്റെ വീട്ടിൽ പോയപ്പോൾ അവന്റെ അടിച്ചവന്റെ അലവങ്ങ് ഞെരിക്കാത്തുണ്ട്. അവന്റെ കൈ പിന്നെ മാങ്ങ മറിക്കാൻ പോകും. അവൻ ഒരു അടി കിട്ടിയെന്ന് നീ 4 മുറി 7 അടുക്കളായിട്ട് കിടക്കും അവിടെ. പിന്നെ ചെറുതായി ഉള്ള കാര്യം പറയാം. അല്ലാണ്ട് പിന്നെ അയ്യോ എന്നിട്ട് വന്നിരുന്ന് തള്ളയാണ്. നീ എന്റെ കാമുകന, അച്ഛന, അനിയന, സഹോദരന, അച്ചാച്ചന, ഭർത്താവ്, എന്ത് വേടേ നീ പറയുന്നത് കേൾക്കാനെന്നൊക്കെ പറഞ്ഞ് തള്ളി പറിക്കണ്ട. ഷെരീഫേ കാമുക വല്ലതും തന്നെ കള്ളക്കാമുക. ഓക്കെ ആദ്യം ചുമ്മാ പറഞ്ഞാട്ടെ. ഇനി അതിൽ കയറി പിടിക്കല്ലാരും. ഓക്കെ അപ്പൊ ഷാജിദ ഒരു രക്ഷയില്ല നീ. പിന്നെ ഞാൻ ഇതിന് മുന്നേ എന്റെ നാട്ടിലേക്ക് മരിച്ച ടൈമിൽ ഒരുത്തി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷാജിദ ഷാജിന്റെ ഭർത്താവ് മരിക്കാൻ ഇതാ കാരണം, അല്ലെങ്കിൽ ഷാജി തൂങ്ങി മരിക്കാൻ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ കാരണം ഞാൻ പുകച്ചതാണ്. അയ്യോ നീ പുകയ്ക്കാൻ എന്താ? നീ മറ്റേ അടുപ്പാ ഇത് എല്ലാരും കാരണം പോയി പുകയ്ക്കാൻ മറ്റേ വലത്തെ കളയാനായിട്ട് നീ അടുപ്പാ കൂട്ടിയിട്ട് കത്തി എനിക്ക് പോടി തള്ളി മറിക്കാണ്ട് അങ്ങ് പുകച്ചു കളഞ്ഞെന്ന്. പിന്നെ ഭർത്താവിന്റെ കേസൊന്നും പറയാതിരിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. നീ കാരണം അങ്ങേരും തീർന്നു. അങ്ങേരെ എങ്ങനെ ജീവിച്ചിരിക്കും ഇതിന്റെയൊക്കെ അടുത്ത്? നിങ്ങളൊന്ന് ആലോചിച്ചു. ഇതിന്റെ അടുത്തൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാര് ജീവനോടെ നിൽക്കുവോ? അവസ്ഥ വല്ലാത്ത അവസ്ഥ. ദൈവമേ, ഇവള് ഒരു സമയത്ത് അയ്യോ പാവം കേസ് പോലെ വന്നിരുന്ന് ഇപ്പൊ ഇവളുടെയൊക്കെ തനി കുണം കണ്ട എത്രത്തോളം ഏപ്രാച്ചിയാണ് ഇവളെന്ന് പറഞ്ഞ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവളുടെയൊക്കെ ഒരു എക്സ്പോസ് ആവുകയാണ് ഇവളൊക്കെ. സത്യം വല്ലാത്ത ടീമുകൾ തന്നെ. ഒന്നും പറയാനില്ല. കാട്ട് അപരാധം തന്നെ നടക്കുന്നത് കൊച്ചു കേരളത്തില്. എന്റെ കെട്ടിയോ മരിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ അയ്യോ ആ പാവത്തിന് കൊന്നു, അവളും അങ്ങനെ കൊല വിളിച്ചു. ആണോ? 15 കൊല്ലം ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കഴിഞ്ഞപ്പോ എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ലേ ഈ സമയത്ത് ഞാൻ അയാളെ എടാ എന്റെ ഇക്ക മരിച്ചത് ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് ചെയ്ത ആ ഒരു സംഭവമാണ്. നിന്റെ ഇക്ക മരിച്ച നിന്റെ ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് എന്ത് പൊട്ട ബുദ്ധി? നിന്നെ പോലെ ഒരു സാധനത്തിനെ കെട്ടിയതാണ് അങ്ങേരുടെ പൊട്ട ബുദ്ധി. കാരണം നിന്നെ പോലെ ഒരു സാധനത്തിനെ കെട്ടിയതോടെ അങ്ങേരുടെ ജീവൻ തീർന്നു. ഒന്നും പറയാനില്ല. നോ കമന്റ്സ്. ലൈഫ് ജാലിയ ജിംഖാന എന്ന് പറയുന്ന പോലെയാണ് അങ്ങേരുടെ ലൈഫ് പോയത്. നിന്റെയൊക്കെ അടുത്ത് ജീവിക്കുന്നത് തന്നെ ഒരു ഓസ്കാർ അവാർഡ് കിട്ടുന്നതിന് തുല്യമാണ്. നിന്നെയൊക്കെ പോലെ ഒരെണ്ണത്തിന്റെ കൂടെ ജീവിക്കുന്നത് ആ ഒരു ഇതില് 10-15 വർഷം നിന്റെ കൂടെ ജീവിച്ച എങ്ങനെയാണ് സാധിച്ചു അങ്ങേരെ കൊണ്ടു? അങ്ങേര് അയ്യോ ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ കുടുംബത്തിൽ നിന്നെയൊന്നും കയറ്റത്തില്ല. എങ്ങനെ കയറ്റും? നിന്നെയൊക്കെ പോലെ ഉള്ള ഒരു കാട്ടാപരാധങ്ങളെയൊക്കെ എങ്ങനെ കയറ്റും? എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്. ഒന്നും പറയാനില്ല. നോ കമന്റ്സ്. പിന്നെ കബീർക്ക മരിച്ചതിന് ശേഷം ഉള്ള ലൈഫ് എന്റെ മാത്രം ചോയ്സാണ്. എനിക്ക് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് കരയണ കാലം പണ്ട്. അത് ശരിയാ. നീ ഭർത്താവ് മരിച്ചിട്ട് വേണം ചിരിക്കാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാലമായിരുന്നു നിന്റെ കാലം. എന്തായാലും അങ്ങേര് ചത്ത നിന്നായിട്ടെ. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി അങ്ങേര് ഒറ്റയ്ക്ക് തയ്ക്കേണ്ടി വന്നേനെ. എന്ത് മാനസികമായിട്ട് വിങ്ങി പൊട്ടി ആ മനസ്സ് വേദനിച്ച് നുറുങ്ങി തീർന്നേനെ. ഇതുപോലെ ഒരു സാധനത്തിൻ്റെയൊക്കെ കൂടെ ജീവിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമൊന്നുമല്ല. സീരിയസ്ലി അത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഇതെങ്ങനെയാണ് അതിൻ്റെയൊക്കെ കൂടെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? ഇഷ്യൂ ഇതിനെ തള്ളയെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ ആ മക്കൾക്ക് ഇതിൽ പരം വേറെ അപമാനമില്ല. നാളെ പുറത്തിറങ്ങി നടക്കുമ്പോഴോ സ്കൂളിൽ പോകുന്ന സമയത്തോ ആ കുട്ടികൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അവസ്ഥ ഒന്നും ആലോചിക്കും. ഞാൻ പറയാണ്ട് തന്നെ ഇതുപോലത്തെ ഒരു തള്ളയെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ആ കുട്ടികൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കും ആലോചിക്കും. ഞാൻ വിഷയത്തിലേക്ക് വന്നത് എന്താന്ന് വെച്ചാൽ ഉമ്മാന്റെ കാര്യം. അപ്പൊ ആ ഉമ്മ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ഉമ്മാന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല. എന്റെ ഉമ്മ എന്റെ ഇക്കാനോട് മുണ്ടിയിട്ടില്ല. എന്റെ വീട്ടിലേക്കേ വരലില്ല. എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. കാരണം എന്റെ ഉമ്മാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അറിഞ്ഞ ഒരേ ഒരു മനുഷ്യന്റെ ഒക്കെയാണ്. എന്നോട്
എല്ലാവരും ഉമ്മാമാരാണ് പറഞ്ഞു കൊടുക്കുക എന്ത് കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം അങ്ങനെ. എന്റെ ഇക്കയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നിന്റെ ഉമ്മ കോള് വിളിച്ച് എന്താ പറയാ എന്തെങ്കിലും പ്രശ്നം അത് ഇത് പറഞ്ഞ ഉമ്മ എന്താ പറയാ പെട്ടെന്ന് പറയാ. എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഉമ്മമാരെന്താ പറയാ അതൊന്നും സാരമില്ല ഭർത്താവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്റെ ഉമ്മ പറയും എന്താണ് ഉമ്മക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട്. കാരണം എന്താണ് ഭർത്താവിന്റെ കൂടെ ജീവിക്കാത്തതുകൊണ്ട് തന്നെ ഉമ്മക്ക് അതിന്റെ വില അറിയില്ല. ഉമ്മാന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ട് എന്റെ അത്ത അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഉമ്മക്ക് എല്ലാ ആണുങ്ങളോടും വെറുപ്പായിരുന്നു. എല്ലാ ആണുങ്ങളോടും. സ്വന്തം ആങ്ങളാരോട് മാത്രമുള്ള ആ വെറുപ്പില്ലാത്തത്. അതും 1-2 അടുത്ത് മാത്രം. വിരലിൽ 8-9 ഉണ്ട്. പക്ഷെ 2 അടുത്ത് മാത്രമാണ് ആ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് എന്റെ ഉമ്മ ആ ഒരു അതിന്റെ മുന്നേ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ലാസ്റ്റ് മരിക്കണന്റെ ആ സമയത്തോ മറ്റാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കുന്നത്. എന്തായാലും നിന്റെ ഇക്ക മരിച്ചത് നിന്റെ ഉമ്മ കാരണമല്ലല്ലോ, നീ കാരണമല്ലേ. അതുകൊണ്ട് നീ മിണ്ടാതിരി, വായ്മൂടി ഉണ്ടായി. ഇനി അതിലോട്ട് ഞാൻ പോകുന്നില്ല, ചരിത്രത്തിലോട്ട്. അങ്ങാടിപ്പാട്ടാ നിന്റെ ഇക്ക മരിച്ചതിന്റെ കേസ്. പിന്നെ നീ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നല്ലോ, നിന്റെ ഉമ്മാന്റെ ഷെഡ്ഡി ഡാൻസും വിട്ട് അന്ന് വിഷയമായി നീ ഏറി കയറി പോയതിനു ശേഷം നീ പിന്നെ നേരെ ഉൾട്ടടിച്ച് ഉമ്മാനെ സോപ്പിട്ട് ഉമ്മാനെ കുറിച്ച് നല്ല വാക്കൊക്കെ പറഞ്ഞെങ്കിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ വന്നിട്ട് വീണ്ടും ഉമ്മാനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട്. അന്ന് കുറെ എണ്ണം ഇവളെ സപ്പോർട്ട് ചെയ്തല്ലോ, ഈ പറയുന്നല്ലോ ഇനി അവൾ ഉമ്മാനൊന്നും പറയില്ല, അതൊക്കെ തെറ്റ് പറ്റിയാണെന്ന്. ഈ കാട്ട് കഴിവേറത്തനങ്ങളൊക്കെ വീണ്ടും വിളിച്ച് പറയുന്നുണ്ട്. ഇനി മൂട് താങ്ങുന്നുണ്ടാ സാധ്യത പോയി താങ്ങിക്കൊട്. 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ചൂടാൻ വന്നിരിക്കുന്നു. അതുപോലെ തന്നെ 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഷാജി വന്നിരിക്കുകയാണ്, പുതിയ അപരാധങ്ങൾ പറയാനും പുതിയ അപരാധങ്ങൾ കാണിക്കാനുമായിട്ട്. പിന്നെ നിന്റെ പേഴ്സണൽ ലൈഫിൽ നീ എന്നാ അപരാധം കാണിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങയില്ല. നീ എന്നാന്ന് വെച്ചാൽ ചെയ്, നീ ആരോടെ പോവുകയോ ആരോടെ ഡാൻസ് കളിക്കുകയോ ചെയ്യും, അത് നമ്മളെ വിഷയമല്ല, കൺസേണും അല്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി തോന്നിയ ദിവസങ്ങൾ വിളിച്ച് പറയുകയോ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കും കേട്ടാ. നീ പേഴ്സണൽ ലൈഫിൽ എന്നാ വേണം കാട്ടിക്കൂട്ടിക്കൊണ്ട് നീ തോന്നിയ ദിവസത്തിൽ നിന്നാണ് നമുക്ക് ആർക്കൊരു മലരുമില്ല കേട്ടാ. ഇനി പറഞ്ഞതുപോലെ വേറൊരു കേസ്, ചിലപ്പോൾ ബിഗ് ബോസിൽ ഷാജിദ കാണും. വേറെ ഒന്നും കൊണ്ടല്ലേ, ഈ കുറെ ഇതുപോലത്തെ കാട്ടപരാധികളെയാണ് അങ്ങോട്ട് ക്ഷണിച്ച് വലിച്ച് കയറ്റി വിടുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല. ഇതിനെയൊക്കെ അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞുള്ള അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. ദൈവമേ, ഉമ്മാനെ തെറി വിളിക്കാൻ കാരണം ഉമ്മാന്റെ കയ്യിൽ ഇപ്പൊ അത്രയ്ക്ക് നന്നായതുകൊണ്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കൊടുക്കണ ഉമ്മമാരനെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള ആൾ അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും എന്തൊക്കെ മേടിച്ചു കൊടുത്താലും എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ 2 പേരക്കുട്ടികൾക്ക് മാത്രം, 8-9 പേരക്കുട്ടികൾ ഉണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണ ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാന്ന് എനിക്കറിയില്ല. എന്റെ വീട്ടിൽ അങ്ങനെയാണ്. നിന്നെ പോലെ ഒരെണ്ണത്തിന്റെ മകളാണെന്ന് പറഞ്ഞ അഭിമാനത്തോട് പറയാനായിട്ട് ഒരിക്കലും ആ ഉമ്മയ്ക്ക് സാധിക്കത്തില്ല. എന്നാലും നിന്നെ പോലെ ഒരെണ്ണം മകളിട്ട് ഉണ്ടെങ്കിലും നിന്നെയൊക്കെ പോലെ ഉള്ളതിനെ സ്നേഹിക്കാൻ പോലും തോന്നത്തില്ല. ആ ഉമ്മാനെ ഞാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല. പ്രായമായ ആ സ്ത്രീയെ വന്നിരുന്നിട്ട്, അതും നിന്നെ പെറ്റ വയറിനെ വന്നിരുന്നിട്ട് ഇങ്ങനെ അപരാധം പറയാനും നീ കാണിക്കുന്ന അപരാധങ്ങളെല്ലാം നീ മറച്ചുകൊണ്ട് ഒരുമാതിരി അപരാധമാക്കി മാറ്റിയിട്ട് നീ സംസാരിക്കുന്ന ഈ രീതി വെറും മ്ലേച്ഛമാണ്. സാധുതാ നിന്നൊന്നും പറഞ്ഞിട്ട് കാറുള്ള മട്ടുള്ള വട്ടി അട്ടിക്കണം, മട്ടുള്ള വട്ടി തലമണ്ട നോക്കി അട്ടിക്കണം, അല്ലാതെ നീ ഒന്നും നന്നാവത്തില്ല. അപരാധങ്ങൾ. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കണം. എല്ലാ ഉമ്മമാരും ഒരിക്കലും ഒന്നല്ല. ഒരുപാട് ഉമ്മമാരെ എന്നെ സ്നേഹിക്കണം ഉമ്മമാര്, ഈ വീഡിയോ കാണുന്ന ഉമ്മമാര് ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇപ്പോഴും വിളിച്ചോണ്ട് ഷാജി മോൾക്ക് കുട്ടികൾക്ക് സുഖമല്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുആ ചെയ്യും, നിന്റെ ഉമ്മ ചെയ്തത് ശരിയല്ല അന്ന്. ഏതാടാ അപരാധികൾ? അതേ ഞാൻ ചോദിക്കത്തുള്ളൂ. ഏതാ അപരാധികൾ? ഏത് അപരാധികളാണ് ഇവരെയൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നില്ല, കൈനീട്ട് തള്ളി പറയുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നീ ആ വോയിസോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ കോളോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിക്കും, അല്ലെ അവര് ഫോട്ടോയെങ്കിലും കാണിക്കും. ഇത് ചുമ്മാ തന്നെ തള്ളി മറിക്കുകയാണ്. ഷാജിദ സുഖല്ലേ മോളെ? കോപ്പാണ് കോപ്പ്. നിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യന്മാരല്ല, അത് വേറെ കാര്യം. നിന്നെയൊക്കെ മനുഷ്യന്മാർ സപ്പോർട്ട് ചെയ്യുമോ? കാട്ടപരാധങ്ങൾ. പിന്നെ എന്റെ ഉമ്മ കഷ്ടപ്പെട്ടതൊന്നല്ല കഷ്ടപ്പാട്. ഞാനിപ്പൊ പെടുന്നില്ലേ എന്തൊക്കെ കേട്ടിട്ട് ഞാനിപ്പോഴും ജീവിച്ചിരിപ്പ്, മക്കളിനെ നോക്കിയിട്ട് ജീവിച്ചിരിക്കണ ഞാനാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. കാരണം വാപ്പയില്ല, ഉമ്മ ഇല്ല, ആങ്ങളാരില്ല, കെട്ടിയ ആൾക്കാരില്ല, ഉമ്മാന്റെ ആൾക്കാരില്ല, സ്വത്തില്ല. നിന്നെ ആരടിപ്പിക്കും? നിനക്ക് ആര് സ്വത്ത് തരും? നിന്നെ പോലെ ഒരു തലകറച്ച സാധനത്തിന് ഏതെങ്കിലും മനുഷ്യന്മാർ സ്വത്ത് തരൂ? ഇല്ല. അതുപോലെ നിന്നെ ആരെങ്കിലും അടുപ്പിക്കൂ? നിന്നെ അടുപ്പിച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുന്നവൻ നാറും. ഈ ചാണാൻ ചവിട്ടിയോ നാറും എന്ന് പറയുന്നത് പോലെ നിന്നെ അടുപ്പിച്ചവനോ അടുപ്പിച്ച കുടുംബക്കാരോ നാറും. അതുകൊണ്ട് ഒരു മനുഷ്യൻ നിന്നെ ഒന്നും അടുപ്പിക്കത്തില്ല. നിന്റെയൊക്കെ കടിക്കേ നിനക്കൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതായിരിക്കും നല്ലത്. നാളെ മക്കളും കൂടി വളർന്നു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കാട്ട് ഇതായിരുന്നോ നമ്മുടെ തള്ളയെന്ന് പറഞ്ഞിട്ട് ആ പിള്ളേർ വിട്ടിട്ടു, അതോടെ തീരും. പിന്നെ എവിടെ കിടന്ന് വിച്ച എടുക്കുക നിനക്ക്, അതേ ഉള്ളൂ ഓപ്ഷൻ. എനിക്കിപ്പോ എന്റെ തറവാട്ടിൽ തന്നെ ഉണ്ട് 10-20 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്റെ വാപ്പാപ്പാന്റെ മുതൽ വെറുതെ കിടക്കുന്നുണ്ട്. എനിക്കതൊന്നൊരു 5 സെന്റ് സ്ഥലം തന്നാൽ തന്നെ എനിക്ക് അവിടെ വീട് കയറ്റുള്ളവൻ. പക്ഷേ തരില്ല. നിനക്ക് എങ്ങനെ തരും? നിന്നെ പോലെ ഒരു കടയാടിക്ക് എങ്ങനെ
10 സെന്റ് പോയിട്ട് 5 സെന്റ് പോയിട്ട് ഒരു 1/2 സെന്റ് തരും. ഒരു വകയ്ക്ക് കൊള്ളാത്ത അവരെ കുടുംബത്തോടെ നാറ്റിക്കുന്ന നിന്നെപ്പോലെ ഒരു സാധനത്തിന് എങ്ങനെ അവർ ഷെയർ തരും? അവർ തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ മടലോട്ടി അടിക്കും. നിന്നെയൊക്കെ പോലെ എണ്ണത്തിന് ഷെയർ തന്ന 5 പൈസ തരല്ല നിനക്കൊന്നും. കോപ്പ് വന്നിരുന്ന് കൊണാന്ന് അടിക്കണം. ഇങ്ങനെ ഓരോ സാധനങ്ങൾ മുണ്ണകൾ. ഭർത്താക്കന്മാരില്ലാത്ത പെണ്ണുങ്ങള്, യൂട്യൂബിലില്ലാത്ത പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം അവർ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെയാണെന്ന്. ഭർത്താക്കന്മാരില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നീ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കണം. ഭർത്താക്കന്മാരില്ലാത്തതൊന്നും നിന്നെയൊക്കെ പോലെ അളിഞ്ചാടി നടക്കുന്നൊന്നുമില്ല. നീ ഒന്ന് റണാസുന വേറൊന്നും. ഇതൊക്കെ അഴിഞ്ഞാടി നടക്കുന്ന ടീംസുകളാണ്. ഇതിനെയൊക്കെ പോലെ എന്തായാലും നടക്കുന്നില്ല. പിന്നെ നീ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ ഇറങ്ങിയിട്ട് ഇനി സെൻസസ് എടുക്കാനൊന്നും പോയി. ഭർത്താക്കന്മാരില്ലാത്ത സ്ത്രീകൾ മാന്യമായിട്ട് ജീവിക്കുന്നവരുണ്ട്. സ്വന്തം മക്കളെയും പോയിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അല്ലാണ്ട് നിന്നെപ്പോലെ വന്നിട്ട് പച്ചത്തെറിയും വിളിച്ച് സ്വന്തം വീട്ടുകാരെയും കുടുംബക്കാരും സ്വന്തം ഉമ്മാനെ അടക്കം കുറ്റവും പറഞ്ഞ് അപരാധം കാണിച്ചുകൊണ്ടിരിക്കുന്നവരല്ല യഥാർത്ഥ ക്വാളിറ്റിയുള്ള മനുഷ്യര്. സാമാന്യ ബോധം പോലും ഇല്ലാത്ത സാമാന്യങ്ങൾ. നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോള് തൂറിയിട്ട മക്കളെ നീ നോക്കണം. നായിന്റെ മോനെ. ഓ, ഷെരീഫിനെ വിളിക്കുന്നത് തെറിയാണ്. അതായത് അവന്റെ കെട്ടിയോളെ മക്കളെയൊക്കെ പൂരത്തെറി വിളിക്കുകയാണ്. ഞാൻ ഒരു പോയിന്റിൽ ആലോചിച്ച്, ദൈവമേ ഇവിടെ എന്നെ തോപ്പിച്ച് കളഞ്ഞു എന്ന് വരെ ഞാൻ ചിന്തിച്ചു. അമ്മാതിരി തെറി വിളി. ബാക്കി പറ. കല്യാണം കഴിഞ്ഞ് മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാന് കാസർഗോഡത്തെ ഒരു ചെക്കൻ, എടാ നായിന്റെ മോനെ, എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ കൂടെ ഞാന് വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം നായിന്റെ മോനെ. നിനക്ക് എന്താണ് നഷ്ടം നായേ? നിനക്ക് എന്താണ് നഷ്ടം? ഞാൻ അയച്ചു കൊടുത്താലും തുണി അഴിച്ചിട്ടാലും വേറുള്ളതായാലും നിന്റെ കെട്ടിയോളല്ലല്ലോ ഞാൻ. നിന്റെ കെട്ടിയോളാണോ ഞാൻ? ആണോ? നിന്റെ കെട്ടിയോളെ പറഞ്ഞാ മതി. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയും. എന്റെ മക്കളുണ്ട്, ഞാനുണ്ട് ഇവിടെ. എന്തായാലും നീ നിന്റെ എന്നാന്ന് വെച്ചാൽ കാണിച്ചോ. നീ അഴിഞ്ഞാടി ഇറന്നാലും നമുക്ക് ഇവിടെ ഒരു തേങ്ങയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമാതിരി കൂത്തുകളും പേക്കൂത്തുകളും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനെ വലിച്ചീരി ഒട്ടിച്ച് എക്സ്പോസ് ആക്കി നാറാണത്താക്കി വിടും. അതിൽ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. നീ അഴിഞ്ഞാടി അടക്കുക, അവൻ്റെ അവിടെ പോയ വയനാടിൽ പോയാൽ അത് കാലടിയിൽ പോയാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങയില്ല. നീയൊക്കെ എങ്ങനെ ജീവിച്ചാൽ നമുക്കെന്ത്? നീയൊക്കെ ആരാ അതിന് കോപ്പ്? നീയൊക്കെ പോയി തൊല, അതാണ് നല്ലത്. ഏവന്റെ കൂടെ ഏവളെ കൂടെ പോകും. നമുക്കെന്ത്? ആർക്കെന്ത് ഇവിടെ ചെയ്യാതെ? പക്ഷെ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒപ്പീനിയൻ പറയും. പിന്നെ കിടന്ന് കൈയും കാലും ഇട്ട് അടിച്ചിട്ട് വേർത്തിട്ട് ഒന്നും കാര്യമില്ല. എൻ്റെ പൊന്നി ഷാജി, നീ ഒരു ശമ്പവം തന്നെ. 6 മാസം ആയിരുന്നു കാണാനില്ല. ഇപ്പം വന്നിരിക്കുന്നു കെട്ടിയെഴുന്നള്ളി കൊണ്ട് പുതിയ ആട്ടം ആടാനായിട്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ്. ഇതിനൊക്കെ എന്തിനാണ്? ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന മനുഷ്യന്മാരെ ആദ്യം മടൽ വെട്ടി അടിക്കണം, എന്നിട്ട് കൊള്ളയടിക്കണം. അതാണ് ചെയ്യാനുള്ളത്. പുതിയൊരു വീഡിയോ ആയിട്ട് കുറേ എണ്ണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാ ഹീരോത്വം ഉണ്ടാക്കാൻ. ബൈ.